അവള് വരുന്നുണ്ട്. ഇവളൊന്ന് കൊത്തുന്നില്ലല്ലോടാ. മണം പിടിച്ച് നടന്നിട്ടൊന്നും പ്രയോജനമില്ലടാ. കേറി അങ്ങ് പിടിക്കണം. ആദ്യമൊക്കെ ഒന്ന് പിടയും, പിന്നെ അങ്ങ് ഒതുങ്ങും. നമുക്കൊന്ന് വളച്ചു നോക്കാം. വാ വാ. നിൽക്കവിടെ. എന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്ത. നടക്ക്. അവനടുത്തോണ്ട് പോയി കളഞ്ഞല്ലോ. അവനെ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ല. അയ്യോ, ഞാനില്ല. അയാള് ആള് പെശക. എന്നാ അവനെ ഞാൻ നോക്കിക്കോളാം. ആരോ ഒരാൾ എന്റെ പുറകെ വരുന്നമ്മേ. ആരാടിയവൻ? വീട് കയറി വരുന്നു. ആരുമില്ലല്ലോ മോളെ. അതോ വഴിയെ പോവാ. അവള് പേടിച്ചതാ. അതാ അവൻ വരുന്നുണ്ട്. വാ. നീ പുതിയ രക്ഷകനാണല്ലേ? പിന്നെ അങ്ങ് ചാമലിൽ നിന്ന് വന്ന ആളല്ലേ? നിങ്ങൾക്കെന്ത് വേണം? ഞങ്ങൾക്ക് ആ പെണ്ണിനെ വേണം. നീ പോയി വിളിച്ചോണ്ട് വരണം. എനിക്കാ പണിയില്ലല്ലോ, ഈ കൂട്ടിക്കൊടുപ്പ്. അപ്പോ രക്ഷിക്കാനാവല്ലേ? അത് ചിലപ്പോ ചെയ്തെന്ന് വരും. എന്നാൽ സ്വയം രക്ഷപ്പെടാൻ അറിയാവും നോക്ക്. അയാൾ എന്നെ രക്ഷിക്കാൻ വന്നതാ. ഞാൻ തെറ്റിദ്ധരിച്ചു. ഹലോ മിസ്റ്റർ രാജൻ. ഹലോ മിസ്റ്റർ മോഹനേന്ദ്രൻ, ഈ സ്ഥലം അല്പം പെശകാണ്. പണമാണ്, സൂക്ഷിക്കണം. നോ പ്രോബ്ലം. ഐ വിൽ ടേക്ക് കെയർ. കൊണ്ടുവരൂ. ഓക്കെ. ശിവരാൻ,
ഇപ്പോൾ മനസ്സിലായില്ലേ ഗംഗയില്ലാത്തതിന്റെ നഷ്ടം? അവൻ പോയതിനു ശേഷം നിങ്ങൾ എവിടെങ്കിലും വിജയിച്ചോ? സമർത്ഥന്മാരായ പലരും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അന്നേ ഞാൻ പറഞ്ഞതാണ് ഗംഗയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെന്ന്. ഇക്കണക്കിന് ഇനിയും നിങ്ങൾക്ക് ഞാൻ ആയുധം തന്നാൽ, നിങ്ങൾ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ആളും ആയുധവും നഷ്ടപ്പെടുക എന്നുള്ളതാണ്. പോലീസിന്റെ കയ്യിൽ ഈ തോക്കുകൾ കിട്ടിയാൽ എന്റെ ഗതി എന്താവും? പോലീസ് കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ അറിയുന്നുണ്ട്. അതാണ് കുഴപ്പം. കുഴപ്പം അതല്ല, നിങ്ങൾക്കിപ്പോഴൊരു നേതാവില്ല. അതാണ്. നിങ്ങളുടെ പരാജയം ആരംഭിച്ചത് ഗംഗ പോയതിനു ശേഷമാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എങ്ങനെയോ ഗംഗയെ കൊണ്ടുവരണം. ശരിയാണ്. ഗംഗയെ തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണം. ഗുഡ്. ഇത് കണ്ടോ ബിജുവിന്റെ അമ്മ? ബിജു മുടി മുറിച്ചെന്നോ? അല്ല, ബിജുവിന്റെ കൂട്ടുകാരനാ. അത് ചോദിച്ചതിന് ബിജു എന്റെ ആങ്ങളെ അടിച്ചു. നിങ്ങൾ അവനെ വല്ലതും പറഞ്ഞോ? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവനിങ്ങി വരട്ടെ, ഞാൻ ചോദിക്കാം. ഇപ്പോഴത്തേക്ക് നിങ്ങൾ ക്ഷമിക്കൂ. ഇവിടം വരെ വന്നൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ശരി, പൊയ്ക്കുള്ളൂ. മടി. എന്തിനാ കുട്ടികൾ വന്നത്? നിങ്ങളുടെ പൊന്നുമോന്റെ ഗുണം കൊണ്ട് ആ പെണ്ണിന്റെ മുടി മുറിച്ചെന്ന്. ഇത്രേ ഉള്ളൂ. അവൻ കുഞ്ഞല്ലേ. അതെ അതെ അതെ, നിങ്ങൾ ഒരുത്തനാ അവനെ വഷളാക്കുന്നത്. ഞാനോ? അതെ. അവനിങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കാം. ബിജു, ബിജു, എന്തിനാ വിളിക്കുന്നത്? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനായിരിക്കും. എടാ ഇങ്ങ് വാടാ. എന്താടാ ഇത്? മുടി ഇതിവിടെ എങ്ങനെ വന്നു? ഞാൻ കൊണ്ടൊന്നല്ല, ആ രേഖപ്പെണ്ണിന്റെ ആയിരിക്കും. എടാ, പെണ്ണിന്റെ മുടി മുറിച്ചതാരാ? അച്ഛാ, ഞാനല്ല. നിന്റെ കൂട്ടുകാരനല്ലേടാ? ആ കൂട്ടുകാരൻ മുറിച്ചിട്ട് എന്റെ മോൻ എന്ത് വേണം? നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചോളാന്ന്. ആ എടാ, നീ ആ പെണ്ണിന്റെ ആങ്ങളെ അടിച്ചോടാ. അതെന്റെ അച്ഛനെ പറഞ്ഞിട്ടാ. അച്ഛന് പറഞ്ഞാ ഞാൻ അടിക്കും. അച്ഛനെ പറഞ്ഞാ പിന്നെ മോൻ എന്ത് ചെയ്യും? അവൻ എന്റെ മോനാ, അവൻ അടിക്കും. നിങ്ങൾക്കേ ഉള്ള ഒരു മോൻ. എടുത്ത് തലയിൽ വെച്ചു. അവനെ ഒന്ന് ശാസിക്കണം തോന്നുന്നുണ്ടോ? ശരിയാ, ഞാൻ ശാസിക്കാം. എടാ ബിജു, ഓടാകത്ത് പോയി വല്ലതും കഴിക്കേ. ഞാനിതാ വരുന്നുണ്ട്. ഈ പ്രായത്തിൽ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ്. വളരുമ്പോ ഇതൊക്കെ മാറും. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇവൻ ഇത്രയല്ലേ ചെയ്തുള്ളൂ. ഉവ്വ ഉവ്വ, എന്നോടായിരിക്കണമായിരുന്നു. ആ പ്രായത്തിൽ എന്റെ കയ്യിൽ കിട്ടിയില്ലല്ലോ ഞാൻ.